തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടുള്ള സർക്കാർ അവഗണനയിലും പ്ലാൻ ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നതിലും ആശാ വർക്കർമാരുടെ സമരത്തോടുള്ള അവഗണനയിലും പ്രതിഷേധിച്ചുകൊണ്ട് കൂത്താട്ടുകുളത്ത് നടന്ന സായാഹ്ന സദസ്സ് അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് MLA ഉദ്ഘാടനം ചെയ്തു. സമസ്ത മേഖലകളെയും തകർത്ത് തരിപ്പണമാക്കി സിവിൽ സപ്ലൈസിന് ഫണ്ട് അനുവദിക്കാത്ത, ജനജീവിതം ദുസ്സഹമാക്കിയ, എല്ലാവിധ നികുതികളും ക്രമാതീതമായി വർദ്ധിപ്പിച്ചുകൊണ്ട് പൊതുജീവിതം താറുമാറാക്കിയ സർക്കാരിനോടുള്ള പ്രതിഷേധം ഇന്ന് കേരളത്തിലുടനീളം നടക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് പ്രിൻസ് പോൾ ജോൺ അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോണി അരിക്കാട്ടേൽ, DCC സെക്രട്ടറി KR പ്രദീപ് കുമാർ, റെജി ജോൺ, MA ഷാജി, ബേബി കീരാന്തടം, NK ചാക്കോച്ചൻ, CA തങ്കച്ചൻ, PC ഭാസ്കരൻ, അഡ്വക്കേറ്റ് ബോബൻ വർഗീസ്, സിബി കൊട്ടാരം, ജിജോ ടി ബേബി, ജോൺ എബ്രഹാം, മരിയ ഗൊരേത്തി, ലിസി ജോസ്, സാറ TS, ഷാജി KC, ജോമി മാത്യു, ബേബി തോമസ്, തോമസ് ജോൺ, സജി പനയാരംപള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും മുന്നിൽ പ്രതിഷേധ സദസ്സ്, പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇടത് സർക്കാരിൻ്റെ നയവൈകല്യങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടും പഞ്ചായത്തുകളിലെ പദ്ധതി വിഹിതങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതും കേരളത്തിലെ അരക്ഷിതമായ ആഭ്യന്തര പ്രതിസന്ധികളെയുമൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഇന്ന് UDF ഇത്തരത്തിലുള്ള ഒരു ധർണയിലേക്ക് കടന്നത്. സ്നേഹിതരെ, കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് അതിൻ്റെ അവസാന വർഷത്തിലേക്ക് കടക്കുമ്പോൾ കേരളത്തിലെ എല്ലാ തലങ്ങളിലും ജീവിതം ദുസ്സഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിരൂക്ഷമായ വിലക്കയറ്റം കൊണ്ട് ജനം നട്ടം തിരിയുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാ തരത്തിലുള്ള നികുതിയും വർദ്ധിപ്പിച്ചുകൊണ്ട് ഇരുട്ടടി മനുഷ്യന് നൽകിയിട്ടുള്ള മറ്റൊരു സർക്കാരും കേരളത്തിലുണ്ടായിട്ടില്ല. ഭൂനികുതി വർദ്ധിപ്പിച്ചതും, കെട്ടിട നികുതി വർദ്ധിപ്പിച്ചതും, സ്റ്റാമ്പ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചതും, രജിസ്ട്രേഷൻ ടാക്സ് വർദ്ധിപ്പിച്ചതും, വാഹന നികുതി വർദ്ധിപ്പിച്ചതാവട്ടെ, വെള്ളക്കരം വർദ്ധിപ്പിച്ചതാവട്ടെ, ഒപ്പം തന്നെ വൈദ്യുതി ചാർജ്, ഇന്ന് ഏതെങ്കിലും തരത്തിൽ വർദ്ധിപ്പിക്കാത്തതായിട്ടുള്ള ഒരു നികുതിയും നിരക്കുകളും ഇന്ന് കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഓരോ ബഡ്ജറ്റുകൾ കഴിയുമ്പോഴും കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ തോളിലേക്ക് വിട്ടുകൊടുക്കുന്നത്. പെട്രോളിനും ഡീസലിനും സെസ് ഏർപ്പെടുത്തിയതടക്കം എല്ലാ തലങ്ങളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള വിലക്കയറ്റം ഇന്ന് കേരളത്തിൽ സംജാതമായിരിക്കുന്നു എന്നതാണ്. സർക്കാരിൻ്റെ സാമ്പത്തിക അരാജകത്വമാണ് ഇന്ന് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ബാധ്യത സാധാരണ ജനങ്ങളുടെ ചുമലിലേക്ക് എടുത്തെറിയുവാൻ കാരണമായിട്ടുള്ളത്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് കഴിഞ്ഞ 2 ടേമായിട്ട് ഇവരുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത് ഗവൺമെന്റിന്റെ നയപരമായ വീഴ്ചകൾ തന്നെയാണ്. അത്തരത്തിലുള്ള നയപരമായ വീഴ്ചകൾക്ക് സാധാരണ ജനമാണോ വില കൊടുക്കേണ്ടതായിട്ടുള്ളത്? നമുക്കറിയാം, കേരളത്തിലെ സുശക്തമായ ഒരു പൊതുവിതരണ സംവിധാനമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഇന്നത്തെ അവസ്ഥ എന്താണ്? മൊബൈൽ സ്റ്റോറുകളിലും റേഷൻ കടകളിലും നിത്യോപയോഗ സാധനങ്ങൾ കൃത്യമായി വിതരണം ചെയ്യാൻ പോലും ഈ ഗവൺമെന്റിന് കഴിയുന്നില്ല. പിണറായി സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പിനോട്, പഞ്ചായത്തുകളോട് കാണിക്കുന്ന അവഗണന, ആശാ വർക്കർ സമരത്തിനോട്, 50 ദിവസം കഴിഞ്ഞ സമരത്തിനോട് അവഗണന, അതോടൊപ്പം തന്നെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറയ്ക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് UDF കേരളത്തിൽ നിന്ന് പ്രതിഷേധ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. വെട്ടിക്കുറയ്ക്കുന്ന സർക്കാരിൻ്റെ നയത്തിനെതിരെ, ആശാ വർക്കർമാരുടെ സമരത്തെ അവഗണിക്കുന്ന സർക്കാരിൻ്റെ നിലപാടിനെതിരെ ഇവിടെ MLA സൂചിപ്പിച്ചതുപോലെ സമസ്ത മേഖലകളിലും പരാജയമായിട്ടുള്ള ഈ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ, ലഹരി വ്യാപനത്തിനെതിരെ, അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവിടെ ഈ സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യ രാജ്യത്ത് പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ല് നിലവിൽ വന്നതിന് ശേഷം ജനകീയ ആസൂത്രണ പദ്ധതി ഏറ്റവും വിജയകരമായി നടപ്പാക്കിയ സംസ്ഥാനം കേരളമാണ്. നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു വർഷത്തെ ബജറ്റ് സംസ്ഥാന നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ
ആ സർക്കാർ ബഡ്ജറ്റിന്റെ ഏകദേശം 1/3 നീക്കിവെക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. അങ്ങനെ ഈ ഗവൺമെന്റിന്റെ 1/3 ബജറ്റ് വിഹിതം ഓരോ പ്രദേശത്തിന്റെയും വികസനത്തിന് വേണ്ടി ഏതെല്ലാം പദ്ധതികൾ തയ്യാറാക്കണമെന്ന് തീരുമാനിക്കാനുള്ള, അത് നടപ്പാക്കാനുള്ള അധികാരം കിട്ടിയിരിക്കുന്ന പ്രാദേശിക ഭരണകൂടങ്ങൾ അധികാര വികേന്ദ്രീകരണം നടപ്പാക്കിയതിന്റെ ഭാഗമായി സംസ്ഥാന ബഡ്ജറ്റിന്റെ 1/3 ഫണ്ട് ഏതെല്ലാം പദ്ധതികൾ നടപ്പാക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് അത് നടപ്പാക്കേണ്ട, ആ പദ്ധതികൾ രൂപീകരിക്കേണ്ട ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണെന്നിരിക്കെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എത്താൻ ഇനി ഏകദേശം 7-8 മാസമേ ഉള്ളൂ. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഓരോ വർഷവും അലോട്ട് ചെയ്തതിന് ശേഷം പിന്നീട് വെട്ടിക്കുറയ്ക്കും. ഇപ്പൊ 100 രൂപ കൂത്താട്ടുകുളം നഗരസഭയിലേക്ക് പ്ലാൻ ഫണ്ടായി സംസ്ഥാന സർക്കാർ നൽകിയാൽ അതില് 50 രൂപയും എങ്ങനെ ചെലവഴിക്കണമെന്ന് സംസ്ഥാന സർക്കാർ തന്നെ തീരുമാനിക്കുന്നു. അപ്പോൾ അധികാര വികേന്ദ്രീകരണം വഴി ഈ പദ്ധതികൾ നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം പ്രാദേശിക ഭരണകൂടത്തെ ഏൽപ്പിച്ചതിന് ശേഷം അതിൽ 50 രൂപ, 100 രൂപ തന്നാൽ 50 രൂപയും ഏതെല്ലാം മേഖലകളിൽ ചിലവഴിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ജനകീയ ആസൂത്രണവും അധികാര വികേന്ദ്രീകരണവും നടക്കുന്നുണ്ടോ?